ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് എപ്പോഴും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. മനുഷ്യന് ഭയങ്കര എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ആക്സസറീസ് ആയാലും ഡ്രസ്സായാലും ഒക്കെ ഭയങ്കര ലേറ്റസ്റ്റാ. അതിന് വേണ്ടി സമയം കണ്ടുപിടിക്കുക. സമയം ആ കരുതിയ പെണ്ണുങ്ങളെക്കാൾ മോശം സത്യം. കാരണം ഞാൻ ഈ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു പരിപാടിയില്ല, വേറെ ഒരു തോട്ടേ മനസ്സിൽ വരത്തില്ല. നേരെ ഒരു മാളിൽ പോവുക, അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇങ്ങനെ നോക്കി നടക്കുക. എല്ലാം വലിച്ചേരി മേടിക്കില്ല, വളരെ പെക്യുലറായിട്ട് വളരെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കണ്ടാൽ അത് വാങ്ങിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി സമയം നന്നായിട്ട് കണ്ടെത്തും. അതിനുവേണ്ടി എനിക്ക് 1-2 ഫ്രണ്ട്സും ഉണ്ട് അവിടെ പോയാലും. അവരെൻ്റെ കൂടെ നടക്കും. പക്ഷേ അവരൊക്കെ കാലും കഴിച്ച് കൈയും കഴിച്ച് അവസാനം ഇരിക്കും. മനോജ് കുറച്ച് നേരം ഒന്ന് ഇരുന്നോട്ടെ, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ അപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും, ഇങ്ങനെ ഒരു മായ ലോകത്ത് പോകുന്ന പോലെ പൊക്കോണ്ടിരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ് ഡ്രസ്സാണെങ്കിലും. പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ വൈഫ് ആശയ്ക്ക് മേടിക്കും, പിള്ളേർക്ക് മേടിക്കും, എല്ലാവർക്കും മേടിക്കും. പക്ഷേ എപ്പോഴും മനോജന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും ഒക്കെ അല്ലേ, ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ലേറ്റസ്റ്റ് ടൈപ്പ് ഒക്കെയാ മനോജയുടെ കൂടുതൽ. ഇങ്ങനെ ആളുകൾ പറയാറുണ്ട്, പക്ഷേ അതിങ്ങനെ നോക്കിയെടുക്കുന്നുണ്ടോ, കുറച്ച് സമയം കണ്ടെത്തും അതിന് വേണ്ടി. അതാണ് മെനക്കെടും. അതേപോലെ ഏട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ഡ്രൈവിങ്ങിന് ഭയങ്കര ക്രേസ് ആണ്. ആന്ന് ഷാജി ഏട്ടനെ കൊണ്ടിട്ട് ഏട്ടൻ അയ്യോ എന്ന് വിളിച്ചു. ജനയുടെ ഷൂട്ടിംഗ് നടക്കുക. ജനയുടെ ഷൂട്ടിംഗ് മദ്രാസ് നടക്കുന്നു. അജിത്തിന് പെട്ടെന്ന് എന്തോ ഒരു ഫ്രാക്ചറായി അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഷാജി ഏട്ടനും ബി ഉണ്ണികൃഷ്ണനും കൂടെ അപ്പോളോയിൽ കാണാൻ പോകുന്നു അജിത്തിനെ. അപ്പം ഞാനും വരാം. അങ്ങനെ ഞങ്ങൾ മുതൽ അജിത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അജിത്ത് ഇങ്ങനെ കിടപ്പാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വണ്ടി ഇച്ചിരി ട്രിവാൻഡ്രത്തിൽ മുടയിൽ അവൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി. തമിഴ്നാട് മദ്രാസ് സിറ്റിയിലാണ്, അണ്ണാശാലയിലാണ്. അപ്പോൾ അയാളിങ്ങനെ പോകുന്നപ്പോൾ ഉണ്ണി പറഞ്ഞു, മനോജേ അവൻ്റെ പോക്ക് നമുക്കിട്ടൊരു പണി തന്ന പോലാണല്ലോ. ആണോ ഉണ്ണിയാണോ? എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് ഞാൻ ഫസ്റ്റിലിട്ട് അങ്ങോട്ട് സെക്കൻഡിലിട്ട് ഒരു പിടിപ്പിരി പിടിച്ചു. ഷാജി നീ വെറുതെ ഇരിക്കും, നീ തമാശ കളിക്കില്ല, ഇത് ഭയങ്കര മദ്രാസ് സിറ്റിയാണ്, പ്രശ്നമാണ്. മനോജ് അവസാനം നിന്റെ കാലിയും പിടിക്കാൻ പ്ലീസ്. അങ്ങനെയൊക്കെ മനോജ് പ്ലീസ് ഇങ്ങനെ പോരുത്. ഭയങ്കര പ്രശ്നം. ഉണ്ണിയാണെങ്കിൽ ഉണ്ണി ഭയങ്കര എന്നെ ഇരിക്കട്ടെ. മനോജ് ഒന്നും നോക്കണ്ട, ഷാജി പറയുന്ന നോക്കണ്ട, മനോജ് വിട് സ്പീഡ് അവന് വിടരുത്. ഷാജി ഏട്ടൻ അന്ന് ഇറങ്ങിയിട്ട് നിന്റെ കൂടി ഞാൻ ജീവിതത്തിൽ വരത്തില്ല. പക്ഷേ സേഫ് ഡ്രൈവിംഗ് ആണ്. ഉണ്ണിയൊക്കെ എനിക്ക് ക്ഷയിക്കാനൊന്നുമില്ലേ. മനോജേട്ടാ കോട്ടയംകാരനാന്നേലുവേ, അപ്പൊ പഠിച്ചത് വളർന്നു നോക്കുക കോട്ടയത്താ, പക്ഷേ കലാജീവിതം തുടങ്ങുന്ന ട്രിവാൻഡ്രത്തല്ലേ? തീർച്ചയായിട്ടും എൻ്റെ വളർത്തമ്മയാണ് തിരുവനന്തപുരം. ആ ഒരു എക്സ്പീരിയൻസ് തിരുവനന്തപുരത്തെ വിശേഷവും. തിരുവനന്തപുരത്ത് ഇവിടെ എനിക്കെന്നറിയാം, എനിക്ക് സ്കൂൾ കോളേജ് തലങ്ങളിലൊന്നും ഒരുവിധ കലാപരിപാടികളും പങ്കെടുത്ത് പരിചയമില്ല. ഈ ചെറിയ പാട്ട് പാടലിൻ്റെ അസ്കിത ഉണ്ടെങ്കിൽ പോലും അതുപോലും ഒരു സ്റ്റേജിൽ സ്കൂളിലോ ഒന്നും പാടിയിട്ടില്ല. അപ്പോൾ സ്റ്റേജ് എക്സ്പീരിയൻസേ ഇല്ല. പിന്നെ എങ്ങനെ അഭിനയിക്കാനുള്ള ഒടുക്കത്തെ ആഗ്രഹവും. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചേർത്താണ്. അങ്ങനെയാണ് കൊണ്ട് പഠിക്കുന്നത്. ഇവിടെ ഈ തിരുവല്ലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പോൾ ഈ ഹോസ്റ്റൽ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സുഹൃത്തുക്കൾ, ഡെയിലി നടക്കും. അവിടെ നിന്ന് പാച്ചല്ലൂരിൽ നിന്ന് തിരുവല്ലം വരെ നടന്ന് പഠിച്ചു. ഉച്ചയാകുമ്പോൾ മറ്റേ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഊണ് കഴിക്കാൻ പോകും. കാരണം ചിത്രാഞ്ജലി സ്റ്റുഡിയോ അവിടെ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ. ഊണ് കഴിക്കാൻ പോകുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ സിനിമാക്കാർ വരും. ഫാസിൽ, ബാലേന്ദ്രൻ മേനോൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സ്ഥിരം ഭയങ്കര സജീവമാണ്. പ്രിയദർശൻ, ഇവരൊക്കെ കാണാം, അവരെ പരിചയപ്പെടാം. ചിലപ്പോൾ പെട്ടെന്നൊരു ചാൻസ് വല്ലതും വിളിച്ചാൽ ഇയാളെ കൊള്ളാമല്ലോ, അങ്ങനെ വല്ലതും വിളിച്ച് കയറ്റിയാലോ. എവിടെ ഒന്നും നടന്നിട്ടില്ല. ഊണ് കഴിക്കാൻ പോരുക, കുറച്ച് ഊണ് കഴിച്ചല്ല, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിയേറ്ററിലേക്ക് വരും. അവിടെ നിന്ന് കിഴക്കോട്ടെ വന്ന് പത്മനാഭയിലും അഞ്ജലി ആതിര അവിടെയൊക്കെ പോയി സിനിമ കണ്ടിട്ട് രാത്രിയാകുമ്പോൾ ലൂസിയ ഹോട്ടലുണ്ട് കിഴക്കോട്ടെ. ആ ലൂസിയ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കമ്പനിയിൽ ഇങ്ങനെ ചാരി നിൽക്കും. ലൂസിയ ഹോട്ടൽ, ഇവിടേക്ക് ഇനി എന്ന് താമസിക്കാൻ പറ്റും? കമ്പി ചാരി നിൽക്കുന്നത് പൂവാർ വിഴിഞ്ഞം ബസ്സിന് പിടിക്കാനാണ്, ട്രാൻസ്പോർട്ട് ബസ്. കാരണം നേരെ പാച്ചിലൂർ ഇറങ്ങും. അപ്പോൾ ഈ കമ്പിയിൽ ഞാൻ ഒരുപാട് ശാരീരിക സ്വപ്നം കണ്ടിട്ടുണ്ട്. സിനിമകളും ഞാൻ സിനിമാ നടനായ എങ്ങനെയായിരിക്കും, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ, ഞാനൊരു നടനാവുമോ, ഈ ലൂസിയെ എങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ ഈ ലൂസിയെ കാണുമ്പോഴൊക്കെ കൊതിയാണ്, ഇവിടെയൊക്കെ മമ്മൂട്ടിയൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുമോ എന്നായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ ഇതിലെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ അതിങ്ങനെ ആ കിഴക്കോട്ടയിലെ കമ്പി ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുള്ളൂ. അവിടെ ജാടയൊന്നുമില്ല, കമ്പിയുടെ വഴി റോഡ് സൈഡിലാണെങ്കിലും ജാടയാണ്, ഒരു കുറവില്ല. ഇത് എന്നാ മനോജേട്ടാ അത് പൂവണിഞ്ഞത് 88-ലാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് സ്റ്റുഡൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിനിമ, ഒരു തട്ടിക്കൂട്ട് സിനിമ, നക്സലിസത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ അലി അക്ബറാണ്. അപ്പോൾ അവനും ഷെയർ ഇട്ട്, വേറെ നമ്മുടെ കൂട്ടുള്ള സേവി മനോഹർ മാത്യു, നമ്മുടെ അനിൽ, ഇവരൊക്കെ കൂടെ ഷെയർ ഇട്ടിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മനോജ് നീയാണ് സെക്കൻഡ് ഹീറോ. അപ്പോൾ ഞാൻ കൊള്ളാം,
അത് ഞാനാണോ? അപ്പോൾ ഡോക്ടർ നാസർ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ കൂടെ പഠിച്ച നാസറാണ് ഹീറോ. അപ്പോൾ നീ സെക്കൻഡ് ഹീറോ ആണ്, ഒരു 20,000 രൂപ നീ ഷെയർ ഇടണം. ഞാൻ അത് കേട്ടപ്പോഴേ ഞാൻ വലിഞ്ഞു. കാരണം വീട്ടിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. എൻ്റെ അമ്മ പാവൻ ടീച്ചറല്ലേ, അച്ഛനൊക്കെ ബിസിയാണ്, ഇങ്ങനെ ഒരു സംഗീതമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ നടക്കുമെന്ന് തോന്നില്ലടാ, നിങ്ങൾ തന്നെ ആ റോള് തരണ്ട് വിട്ടേക്ക്. ഞാൻ കോട്ടയത്തിന് തിരിച്ചു പോയി. അപ്പോൾ കോട്ടയത്ത് തിരിച്ചു വന്നപ്പോൾ ഇവന്മാർക്ക് 2 ആഴ്ചക്കുള്ളൊരു എന്താ പറയുന്ന ഒരു ചിന്ത വേറെ വന്നു. അവൻ്റെ നിന്ന് പൈസ മേടിക്കണ്ട, അവൻ ഈ റോൾ ചെയ്യണം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് അത്യാവശ്യം എനിക്ക് പേരുണ്ട്. അങ്ങനെ എന്നെ തിരിച്ചു വിളിക്കുന്നു. ആ മനോജേ, നീയേ പടത്തിന് പൈസ ഇടണ്ട, നീ പോരും. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ആ റോൾ ചെയ്യാം. ആ നീ ചെയ്തോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, നീ ബസ് കൂലിയും ഒക്കെ എടുത്ത് വന്നോണം, അവിടെ വയനാട്ടിലങ്ങ് എത്തിയേക്കണം, ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും തരാൻ പറ്റില്ല. ഞാൻ അതൊക്കെ ഞാൻ വന്നോളാം. അങ്ങനെ ഞാൻ നേരെ കോട്ടയത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് കോഴിക്കോട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നേരെ വയനാട് ചുരത്തിലേക്ക് കയറി അങ്ങനെ സുൽത്താൻ ബത്തേരി പോയി ഇറങ്ങുന്നു. അങ്ങനെയാണ് ആ സിനിമ ചെയ്തത്. മാമലകൾക്കപ്പുറത്ത് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിന് ആ വർഷത്തെ 1988 സംസ്ഥാന അവാർഡ് മികച്ച പുതുമുഖ സംവിധായകൻ എന്നുള്ള അവാർഡുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനകത്തൊരു പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്, ബള നല്ല കുപ്പിമള. ഞാൻ മനോജനെ ആദ്യം കാണുമ്പോഴേക്കും മനോജനം പാടുന്ന ഒരു പാട്ടാണ്. ഞാൻ ആ സമയത്തൊക്കെ പാടുമായിരുന്നു. ആ സമയത്ത് പാടിയ പോലെ ഇപ്പോഴും പാടും. മറന്നുപോയി ശ്രമിച്ചു നോക്കട്ടെ. ബള നല്ല കുപ്പി ബള ബാങ്കിത്തരും നാന്, മാല നല്ല കല്ലുമാല ബാങ്കിത്തരും നാന്, ബള നല്ല കുപ്പി ബള ബാങ്കിത്തരും നാന്, മാല നല്ല കല്ലുമാല ബാങ്കിത്തരും നാന്, ചൊക്ക ചൊക്ക ചാമി ഓടിബായോ, ഞണ്ട് കറി കൂട്ടി നല്ല ചോറ് വെപ്പേ, പൈക്കിഞ്ചോ 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 പൈക്കിഞ്ചോ. ഇതിൻ്റെ വല്ല അർത്ഥം മനസ്സിലായോ? പൈക്കിഞ്ചോ എന്ന് പറഞ്ഞാൽ പശിക്കുന്നത്. തമിഴ് ഒരു സ്ലാങ് ഉണ്ട്, വിശക്കുന്നു. ശരിയാണല്ലോ, പൈക്കിഞ്ചോ പൈക്കിഞ്ചോ പാടുകയും ചെയ്തു. എനിക്കത് കത്തി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പക്ഷെ മണം എന്നെ ഇങ്ങനെ മത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇച്ചിരി തരാം. ഇനി പാട്ടും പാടിയേച്ച് ഞാൻ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്നാ ട്യൂബ്ലൈറ്റ് ആണെന്ന് വിചാരിക്കും. ആയിക്കോട്ടെ. ചിക്കൻ പിച്ചി പോട്ടല്ലേ? ഞാൻ കഴിക്കട്ടെ ഐശ്വര്യമായിട്ട്. 100ാം എപ്പിസോഡിൽ മനോജ് കെ ജയൻ ചിക്കൻ പിച്ചിപ്പോട്ടതും ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ പോകുന്നു. ഇതിന്റെ റിസൾട്ട് ഞാൻ ഇപ്പൊ പറയാം. നോക്കട്ടെ. ദൈവമേ രക്ഷിക്കണേ. ആഹാ, സൂപ്പർ. ചുമ്മാ നാടകമൊന്നുമല്ല കേട്ടോ, റിയലാണ്. ഡിഷ് പിച്ചി പോടുന്ന പിച്ചി പോട്ടിരിക്കുകയാണ്. പിന്നെ എടുത്താച്ച് പിന്നെ എടുത്തിട്ട് தமிழ் படத்துல மறு வச்சுட்டு மீசு முறுக்கிட்டு லுங்கியை கட்டிக்கிட்டு நம்பியாரு ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சு சொல்லுங்க ஏஜமா அப்படின்னு நிப்பாரு. அந்த மாதிரி கபாலி நினைச்சிட்டியாடா? கபாலிடா. இது சிக்கனும் கூட சேர்த்து சொல்லுப்பா. இந்த சிக்கன்டா கபாலிடா, அதுக்கு அப்புறம் நெருப்புடா, அதுக்கு அப்புறம் நெருப்புடா, நெருப்பு. சூப்பர்.